ന ന ന കൃതണരകാം 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 ന ന ന. വൈത്താരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കലാമണ്ഡലം ശിവദാസ് മാരാർ കൊയിലാണ്ടി സ്ഥിരതാമസമാക്കിയ കലാമണ്ഡലം ശിവദാസ് മാരാർ അദ്ദേഹത്തിൻ്റെ കഥകളാണ് നമ്മൾ ഇന്ന് അറിയുന്നത്. കലാമണ്ഡലത്തിൽ അഭ്യസനം പൂർത്തിയാക്കി നിരവധി പല ആചാര്യന്മാരുടെ കീഴിൽ വിവിധ കലകൾ അഭ്യസിച്ച് ഇപ്പോൾ കൊയിലാണ്ടി ചേലിയ ചേമഞ്ചേരി അടുത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരതാമസം. ക്ഷേത്ര ഉത്സവങ്ങളുടെ മേളം കൈകാര്യം ചെയ്യുന്നതിൽ ഉത്സവ ചടങ്ങുകൾ വളരെ കൃത്യമായി ഭംഗിയായി ചിട്ടയോടുകൂടി നടത്തുന്നതിൽ അതിൻ്റെ ആധികാരികതയിൽ അത് നടത്തുന്നതിലുള്ള ആധികാരികതയിൽ വളരെ വിദഗ്ധനാണ് ഈ കലാമണ്ഡലം ശിവദാസൻ. ഒരു പ്രൗഢഗംഭീരമായ ഒരു മേളം നടത്തുന്നത് പോലെ തന്നെ വളരെ ലളിതമായ പരിപാടികൾ പോലും ഒരേ മനസ്സോടുകൂടി അത് ഭംഗിയാക്കണമെന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം അത് ഏറ്റെടുത്ത് നടത്താറുണ്ട്. വടക്കൻ മലബാറിൽ അല്ലെങ്കിൽ കൊയിലാണ്ടി ഭിഷാരികാവിൽ രണ്ട് പന്തി മേളം ഇദ്ദേഹത്തിൻ്റെ ചുമതലയിൽ അവിടെ നടത്താറുണ്ട്. അത് വളരെ കൃത്യമായി വേറെ അതിന് വിശേഷണങ്ങൾ പറയേണ്ടതില്ല. വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി അദ്ദേഹം നടത്താറുണ്ട്. നിരവധി കലാകാരന്മാരുടെ സഹകരണത്തോടുകൂടി പിന്തുണയോടുകൂടി ഇത്തരം ക്ഷേത്രോത്സവങ്ങൾ നടത്തിയത് ഭംഗിയാക്കുന്നതിൽ പ്രത്യേകിച്ച് ഈ കോഴിക്കോട് കൊയിലാണ്ടി തലശ്ശേരി ആ ഭാഗങ്ങളിലുള്ള ക്ഷേത്രങ്ങളുടെ ഉത്സവ നടത്തിപ്പിന് ശിവദാസന് ധാരാളം പങ്കുണ്ട്. അത്തരം മേളങ്ങൾ നടത്തിയുള്ള പരിചയം കൊണ്ട് തന്നെ ഇപ്പോഴടുത്ത കാലത്തായി തെക്കൻ ഭാഗത്ത് പോലും ഇദ്ദേഹത്തിൻ്റെ മേളങ്ങൾ നടന്നു വരുന്നുണ്ട്. എങ്ങനെയും കൊട്ടുപോലെ തന്നെ വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ. അത് ചെണ്ട അവിടെ ശുശ്രൂഷയിലും ചെണ്ട കോർക്കുന്നത്, വലിക്കുന്നത്, മൂപ്പിക്കുന്നത്, കോലുകൾ ഉണ്ടാക്കുന്നത്, പഠിക്കുന്ന കോലുകൾ ഉണ്ടാക്കുന്നത്, മുട്ടികൾ ഉണ്ടാക്കുന്നത്, ഇതിലൊക്കെ വളരെ വിദഗ്ധനാണ് അദ്ദേഹം. അത് വിദഗ്ധനുമാണ്, അതൊക്കെ ചെയ്യാൻ താല്പര്യവുമുണ്ട്. ചെയ്യേണ്ടി വരുന്നുവല്ലോ എന്ന് വിചാരിച്ചതല്ല ചെയ്യുന്നത്. വളരെ കൃത്യമായി ഭംഗിയായി അത് ചെയ്ത് തീർക്കുന്നുമുണ്ട്. എങ്ങനെയാലും അദ്ദേഹത്തിൻ്റെ കഥകളാണ് നമുക്കിന്ന് അറിയാനുള്ളത്. അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നത് എൻ്റെ നാട്ടുകാരൻ, അതായത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണടുത്ത് കൊളത്തൂർ സ്വദേശിയായ ജയകൃഷ്ണൻ മാസ്റ്ററാണ്. കൊളത്തൂർ ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക പ്രഭാഷണ രംഗത്ത് സുപരിചിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊളത്തൂർ പി കുമാരൻ മാസ്റ്റർ വളരെ പ്രശസ്തനായ ഒരു വാഗ്മിയായിരുന്നു. അദ്ദേഹം സ്കൂൾ മാസ്റ്ററായിരുന്നു. ജോലിയിലിരിക്കുമ്പോഴും ജോലിയിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷവും ഈ പുരാണ പ്രഭാഷണങ്ങൾ, സപ്താഹം, ദേവീഭാഗവതം ഇതൊക്കെ നടത്തി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള കുമാരൻ മാസ്റ്ററുടെ മകനാണ് ജയകൃഷ്ണൻ. ഇദ്ദേഹവും നല്ല ഒരു വാഗ്മിയാണ്. ഈ ആധ്യാത്മിക രംഗത്ത് പുതിയ തലമുറയുടെ നല്ല ഒരു വാഗ്ദാനമാണ് ശരിക്ക് ജയകൃഷ്ണൻ. അത് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. എനിക്ക് പുരാണാചാല അല്ലെങ്കിൽ ഇത്തരം മേഖലയുടെ അറിവ് വളരെ കുറവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് മനസ്സിനെ വളരെ ഈ ആ വിഷയത്തിലേക്ക് അടുപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ ഈ ശിവദാസനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഒന്ന് സമ്മതമാണോ എന്ന് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ
വിനയത്തോടു കൂടി എനിക്ക് അതിനുള്ള പരിചയമില്ല. അതിന് പ്രധാന കാരണം കഥകളിയും മേളവുമായി അല്ലെങ്കിൽ ഇത്തരം കലാകാരന്മാരുമായുള്ള അടുപ്പം വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് ഇത്തരം ഒരു വിഷയത്തിലേക്ക് വേണ്ട, എന്നെ അതിന് നിർബന്ധിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം അത് ചെയ്തു. ആ ചെയ്തത് വളരെ ഭംഗിയാവും ചെയ്തിട്ടുണ്ട് എന്നത് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. എങ്ങനെയും ആ ജയകൃഷ്ണനെ ഈ പരിപാടിയിലേക്ക് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എങ്ങനെയും ശിവദാസൻ്റെ കഥകൾ ചോദിച്ചറിയുന്ന ജയകൃഷ്ണൻ്റെയും സംസാരങ്ങളിലേക്ക് നമുക്ക് വരാം. എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. നമസ്കാരം. നമസ്കാരം. കേരളം കലകളുടെ ഭൂമിയായിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മുടെ പ്രകൃതി തന്നെ താളനിബദ്ധമാണ്. അതുകൊണ്ടുകൂടി ആയിരിക്കാം കേരളമെന്ന് കേൾക്കുമ്പോൾ തന്നെ കഥകളിയും ചെണ്ടയും തെയ്യവുമൊക്കെയാണ് നമ്മുടെ മനസ്സുകളിൽ വന്ന് നിറയുന്നത്. ചെണ്ട കലാകാരന്മാർ, വാദ്യസാധകന്മാരൊക്കെ ധാരാളമായി രൂപപ്പെട്ടു വന്ന പല അരങ്ങുകളിലൂടെ അവരുടെ കഴിവുകൾ തെളിയിച്ച നാടുകൂടിയാണ് നമ്മുടെ ഈ കേരളം. അത്തരമുള്ള കലാകാരന്മാരുടെ വാദ്യസാധനകളെക്കുറിച്ചും അവരുടെ വാദ്യ ജീവിതത്തെക്കുറിച്ചും അരങ്ങുകളെക്കുറിച്ചുമൊക്കെ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് വായ്ത്താരി എന്ന ഈ ഒരു പ്രകരണത്തിൻ്റെ ഉദ്ദേശം. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി ധാരാളം കലാകാരന്മാരുടെ ജീവിതവും അരങ്ങും നമ്മൾ അടുത്തറിഞ്ഞു. ഏറ്റവും പുതിയ ഈ ഒരു എപ്പിസോഡിൽ നാം പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ശ്രീ കലാമണ്ഡലം ശിവദാസ് എന്ന അതുല്യ പ്രതിഭയെയാണ്. അദ്ദേഹത്തെ ഇന്ന് അതിഥിയായി കിട്ടിയതിൽ നമുക്കേവർക്കും വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങൾ കേൾക്കാൻ, അരങ്ങിലും ജീവിതത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അനുഭവങ്ങൾ ഇതൊക്കെ അടുത്തറിയാൻ വേണ്ടി വളരെ സന്തോഷപൂർവ്വം, സ്നേഹത്തോടെ, ഹൃദയപൂർവ്വം വായ്ത്താരിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ കലാമണ്ഡലം ശിവദാസ്, നമസ്കാരം. വാദ്യ കലാകാരന്മാരുടെ ജീവിതത്തെ പ്രേക്ഷകർക്ക് മുമ്പിൽ അടുത്തറിയുന്നതിന് വേണ്ടി പരിചയപ്പെടുത്തുക എന്നതാണ് വായ്ത്താരി എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പ്രകരണത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ കലാമണ്ഡലം ശിവദാസ് ഇന്ന് അറിയപ്പെടുന്ന അങ്ങ് ഒരു കലാകാരനായി രൂപപ്പെട്ടതെങ്ങനെ എന്ന് തീർച്ചയായും അറിയാനുള്ള ആഗ്രഹം പ്രേക്ഷകർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങയുടെ കുടുംബ പശ്ചാത്തലം, അച്ഛൻ, അമ്മാവൻ തുടങ്ങിയവരിൽ നിന്ന് അങ്ങേക്ക് ലഭിച്ചതായിട്ടുള്ള ശിക്ഷണത്തെക്കുറിച്ച് ഒക്കെ ഒന്ന് അറിയണമെന്നുണ്ട്. അങ്ങയുടെ വാക്കുകൾക്കായി ഞങ്ങൾ കാതോർക്കുന്നു. നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എന്ന പ്രദേശത്ത് ഇത്തിരി മാറി 19-ാം മൈൽ എന്ന സ്ഥലത്താണ് എൻ്റെ ജനനം. എൻ്റെ അച്ഛൻ ഒരു ചെണ്ട കൂട്ടുകാരനായിരുന്നു. ഞങ്ങൾ അച്ഛന് 9 മക്കളുണ്ട്, ഒരു പെണ്ണും 8 ആൺകുട്ടികളാണ്. അപ്പം ഏകദേശം പുളിമുട്ടി കയ്യിൽ പിടിക്കാനായി തുടങ്ങിയാൽ പെൺകുട്ടി ഒഴികെ ബാക്കി 8 പേരെയും അച്ഛൻ കൊട്ടു പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ മാത്രം കൊട്ടുന്നതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ബുദ്ധിമുട്ടായിട്ട് മാറി നിന്നു. അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിൽ AU ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. ബാക്കി എല്ലാവരും ഇപ്പോഴും കൂട്ടുകാരായിട്ടും മറ്റ് ജോലിയായിട്ടും ജീവിക്കുകയാണ്. അപ്പം അച്ഛൻ്റെ തൊഴിലിൻ്റെ കൂടെ നടന്നിട്ടാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിനൊപ്പം അച്ഛൻ പരിപാടി സ്ഥലത്തൊക്കെ ഞങ്ങളെ കുട്ടികളെയും കൊണ്ടുപോകും. പണ്ടത്തെ 1970-72 കാലഘട്ടത്തിലൊക്കെ ജീവിത പ്രയാസം നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ദാരിദ്ര്യത്തിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുള്ള 9 മക്കളുണ്ട്.
അപ്പം ഒരാളുടെ അധ്വാനം കൊണ്ട് മാത്രം നീങ്ങാത്തത് കൊണ്ട് ഏകദേശം ഇലത്താളം പൊന്തി തുടങ്ങിയാൽ അച്ഛൻ ഓരോ കുട്ടികളെയും പോകും. അത് ഈ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ ഒരുപാട് വാദ്യക്കാരുള്ള പരിപാടികളല്ല അച്ഛന്. ഈ അമ്പലത്തിൽ ചെറിയ ചെറിയ അമ്പലങ്ങളിൽ അന്ന് ഈ ക്ഷേത്ര കമ്മിറ്റികളൊക്കെ കുറവായിരുന്ന സമയത്ത് നമ്പൂതിരിമാരുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വലിയ കുടുംബക്കാരുടെയും കൈമേലുള്ള ക്ഷേത്രങ്ങളിലെ പരിപാടികൾ അധികം ഉണ്ടാവും. ഇപ്പോൾ ഒരു 5-6 ഉണ്ടാവുക. പുറത്തുനിന്ന് ഒരാളും ഉണ്ടാവും. ബാക്കി അച്ഛനും ഞങ്ങളും മക്കളുമായിട്ട് അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം അരങ്ങേറ്റം കഴിഞ്ഞത് കൃത്യമായിട്ടൊന്നും അറിയില്ലെങ്കിലും അച്ഛൻ്റെ ഒന്നിച്ച് പോയി തുടങ്ങി. അങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്നത്, വാദ്യ ഇതിലേക്ക് വന്നത്. ഇപ്പോൾ ഉപജീവന മാർഗം എന്നതിലുപരി നമുക്ക് കലയോടുള്ളൊരു താല്പര്യവും അഭിനിവേശവും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അല്ലാതെ ഉപജീവന മാർഗത്തിന് മാത്രമായിട്ടായിരിക്കില്ല എന്തായാലും ഈ രംഗത്തേക്ക് അങ്ങ് എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അച്ഛനിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് തന്നെ അങ്ങേക്ക് അതിൻ്റെ ഒരു തുടക്കം കിട്ടിയെന്നത് ഏറ്റവും വലിയൊരു ഈശ്വരാനുഗ്രഹമായിട്ട് തന്നെയാണ് കരുതേണ്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇപ്പോൾ പാണി പോലെയോ അല്ലെങ്കിൽ കലശപൂജ പോലെയോ ഒക്കെയുള്ള ചടങ്ങുകൾ തയമ്പക ഇതരമായിട്ടുള്ള ധാരാളം ചെണ്ട ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ അച്ഛൻ്റെ കൂടെ കണ്ടും കേട്ടും സഹായിച്ചുമാണ് അങ്ങ് ഈ രംഗത്തേക്ക് എത്തിച്ചേരുന്നത്. എന്നിരുന്നാലും ഈ രംഗത്തേക്ക് ഇതാണ് തൻ്റെ വഴി എന്ന് അങ്ങ് എന്നാണ് തിരിച്ചറിയുന്നത്? അതിനും കൃത്യമായിട്ട് അനുഭവമുണ്ട്. എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ സദനത്തിൽ ചുട്ടി പഠിച്ചു. സദനം നാരായണമാരാരെന്നും പറയും. അതിനപ്പുറത്തേക്ക് എൻ്റെ തൊട്ട മൂത്തയാൾ ഇതേപോലെ കലാമണ്ഡലത്തിൽ ചെണ്ട കോഴ്സ് കഴിഞ്ഞതാണ്. കലാമണ്ഡലം രാമേന്ദ്രമാരാരെന്ന് പറയും. ഇപ്പോഴില്ല, അദ്ദേഹം 1997 മരിച്ചുപോയി. അപ്പോൾ എൻ്റെ ഏകദേശം 8ാം ക്ലാസ് 9ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഏട്ടൻ കോഴ്സ് കഴിഞ്ഞ് വന്നു. ഏട്ടൻ കോഴ്സ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഈ ഞങ്ങളുടെ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു അക്കാദമി കോഴ്സ് കഴിഞ്ഞവർ അന്ന് ശങ്കരേട്ടൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ ഗുരുകുല സമ്പ്രദായത്തിൽ ഓരോ സ്ഥലത്തുനിന്നും പഠിച്ചിട്ട് പിന്നെ അതിലൊരു ഉപരി പഠനം എന്നുള്ള നിലയ്ക്കല്ലാതെ അവരവരുടെ കുടുംബം കഴിയാനുള്ള ഇതിൽ ഈ പ്രവൃത്തി ചെയ്യുന്നവരായിരുന്നു. അതിൻ്റെ കുടുംബക്കാർ, അച്ഛൻ്റെ കുടുംബക്കാരും അമ്മേൻ്റെ കുടുംബക്കാരും ഒരുപാട് ആൾക്കാർ കൊട്ടുകാരാണ്. പക്ഷേ ഇതേപോലെ ഒരു അക്കാദമി കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് ഉള്ള എൻ്റെ ഈ ശങ്കരേട്ടനപ്പുറം ഞാൻ കണ്ട ഒരാൾ എൻ്റെ ഏട്ടൻ തന്നെയാണ്. അപ്പോൾ ഏട്ടൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചാൽ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്ത് ഈ കഥകളിക്കൊട്ടിൻ്റെയും തായമ്പകയുടെയും ഒക്കെ അത്രയും മഹത് വ്യക്തികളായ ഗുരുനാഥന്മാരാണ് എൻ്റെ ഏട്ടന് അവിടെ കിട്ടിയത്. അതിൻ്റെ ഒരു ഗുണം ഏട്ടൻ്റെ കൊട്ടിൽ, ഏട്ടൻ്റെ പ്രവൃത്തിയിലൊക്കെ നമ്മൾക്ക് കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഈ നമ്മളൊക്കെ ഈ വാദ്യം എല്ലാവരും വാദ്യം കൈകാര്യം ചെയ്യാണ്, 8 ആൾക്കാരും. അതിൽ മൂത്തയാൾ മാത്രമേ ഉള്ളൂ ഈ കേരളത്തിന് പുറത്ത് കൊടകിലൊരു ജോലിക്ക് പോയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏട്ടൻ വന്നതിനോട് കൂടെ ആ നമ്മളുടെ കൊട്ടിൻ്റെ ഒരു പ്രത്യേകതയായി മാറി. നമ്മൾ ഞാനൊക്കെ കണ്ടിരുന്ന കൊട്ട് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുള്ള ഒരു പഴമ നിലനിർത്തുന്ന ഒരു രീതിയിലാണ് നമ്മളൊക്കെ അതുവരെ വളർന്നത്. കൊട്ടിന് പലതരം വേരിയേഷനുകൾ സംഭവിച്ചിട്ടുണ്ട് നമ്മളുടെ കയ്യിൽ. അപ്പം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടുവരുന്ന ആ ഒരു സംഭവത്തിൽ നിന്ന് മാറിയിട്ട് ചെണ്ടയ്ക്ക് ഇങ്ങനെയൊരു സംഭവം ആവാം ഉണ്ട് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ എൻ്റെ 8ാം ക്ലാസ്സിലാകുമ്പോൾ തന്നെ ഏട്ടൻ എന്നെ വന്നിട്ട് കുറച്ചും കൂടെ തായമ്പിയൊക്കെ പഠിപ്പിച്ച് യുവജനോത്സവത്തിന് മത്സരിക്കാം, മേളത്തിനും അതിനൊക്കെ വിട്ടപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഈ കൊട്ടുമായിട്ട് അടുക്കാൻ പറ്റി. അപ്പം സ്കൂളിൽ ഞാൻ അത്യാവശ്യം പഠിക്കുകയായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ പറഞ്ഞ മാഷക്ക് എന്നെ കോളേജിൽ ചേർന്ന് പ്രീ ഡിഗ്രി ആണല്ല, അദ്ദേഹം മാത്രം ലേശം എതിർത്തിരുന്നു കലാമണ്ഡലത്തിൽ പോകണ്ടെന്ന്. പിന്നെ ഈ കലാമണ്ഡലം എന്നുള്ളൊരു തോന്നൽ വരാൻ കാണും. എനിക്ക് 8ാം ക്ലാസ്സിൽ നിന്ന് ചെറിയൊരു അനുഭവം ഉണ്ടായി. മദ്ദളത്തിൻ്റെ അത്രയും വലിയൊരു കലാകാരനാണ് പിന്നെ കലാമണ്ഡലം ശങ്കരവാര്യരാജൻ. അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ അടുത്ത ബന്ധുവാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരെയാണ് അദ്ദേഹത്തിൻ്റെ തറവാട്. തില്ലങ്കേരി എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഓരോ മാസം കൂടുമ്പോൾ അച്ഛൻ്റെ അടുത്ത് വരും, ഞങ്ങൾ വീട്ടിൽ വരും. അവർ തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരും. പക്ഷെ അന്ന് ഈ ശങ്കരേട്ടനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു
സിറ്റുവേഷനിൽ ഞാൻ എത്തിയിട്ടില്ല. ഏട്ടൻ ഒക്കെ വന്നു കഴിഞ്ഞ് പിന്നെ ഏട്ടൻ്റെ നടത്തവും കാര്യങ്ങളൊക്കെ ഏകദേശം കോഴിക്കോട് ജില്ലയിലേക്ക് മാറി. നമ്മളെ വിട്ടുപോയ പത്മശ്രീ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ആശാൻ്റെ കഥകളി വിദ്യാലയത്തിൽ കഥകളിക്ക് പോയും അവിടെ കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചു. പിന്നെ കോഴിക്കോട് ജില്ലയിലെ ഒരാളായി മാറി. അപ്പം എന്തെങ്കിലും പരിപാടി സംബന്ധമായിട്ടോ ഏശൻ വീട്ടിലേക്ക് വരും. അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു കാർഡ് വന്നു വീട്ടിൽ, ശിവദാസൻ തില്ലങ്കേരി അമ്പലത്തിൽ കേളി കൊട്ടാൻ പോകണം, ശങ്കരവാര്യർ ആശാൻ വരുന്നുണ്ട്. അപ്പം എനിക്ക് അച്ഛൻ പഠിപ്പിച്ചു തന്ന ഏട്ടൻ പഠിപ്പിച്ചു തന്ന തായങ്കേൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ലോകമില്ല, ഒന്നുമില്ല. അന്ന് 5 പൈസയുടെ കാർഡാ കോഴിക്കോട് നിന്ന് അയച്ചതാ. എനിക്ക് എത്തിപ്പെടാൻ പറ്റില്ല, അവർക്ക് കേളിക്ക് പോകണം. അപ്പം ഞാൻ അച്ഛനില്ല, അച്ഛനും അമ്മയും ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോഴേ മരിച്ചു പോയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ മുന്നോട്ടുള്ള പ്രയാണം മുഴുവൻ ഈ ഏട്ടന്മാരുടെ ഒന്നിച്ചാണ്. അപ്പം ഞാൻ എൻ്റെ മൂത്ത ഏട്ടൻ ബാബു എന്ന് പറഞ്ഞ അദ്ദേഹത്തിനും കൊട്ടൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റില്ല, നമുക്കിതൊന്നും അറിയില്ലല്ലോ, എന്താ കേളി, ഒരു ധൈര്യമില്ല. ഇല്ല, അതിൻ്റെ അടുത്ത് തന്നെയാണ്, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ശങ്കരേട്ടൻ അങ്ങനെ വിവരം കൊടുത്തു. ആരും വന്നിട്ടില്ലെങ്കിൽ അദ്ദേഹം അമ്പലത്തിൽ സേവിക്കാൻ വരുന്നതാ, വീട്ടിൻ്റെ തൊട്ടേ അമ്പലത്തിൽ. അത് മുടങ്ങിപ്പോവും, അത് രാമേന്ദ്രനും മോശമായി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ വിവരം കിട്ടി. അങ്ങനെ ചെണ്ടിയും എൽത്താളുമായിട്ട് ഞാനും എൻ്റെ ഏട്ടനും കൂടി അവിടെ പോയി. ശങ്കരേട്ടനെ കണ്ടപ്പോൾ തന്നെ അന്ന് അദ്ദേഹം കുറച്ചുകൂടെ കാണാൻ സുമുഖനും സുന്ദരനും, നല്ല കറുത്ത താടിയൊക്കെ വെച്ച് അത്രയും കണ്ടപ്പോൾ തന്നെ നമ്മളുടെ എല്ലാ ജീവനും പോയി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, പോയിട്ട് നേരെ കാലിന് വീഴുക, എന്നിട്ട് പറയാം ഞാൻ ഇതുവരെ കേളി കണ്ടിട്ടില്ല ആശാൻ, ഇങ്ങനെ ഏട്ടൻ പറഞ്ഞതിനെ കൊണ്ട് വന്നതാണ്. അപ്പം എന്തെങ്കിലും ചെയ്യേണ്ടെങ്കിൽ ആശാൻ പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ ഏട്ടൻ അടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കരേട്ടന് വിഷമായോ സന്തോഷമായോ എന്നും അറിയില്ല. ഞാൻ പറഞ്ഞു താളം പിടിക്കാൻ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെമ്പട വട്ടത്തിന് താളം പിടിക്കാൻ അറിയാം, വേറെയൊന്നും കാര്യമായിട്ട് അറിയില്ല. കൂറിന് പിടിക്കാൻ അറിയാമെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കേളിക്ക് ഒരുപാട് ചടങ്ങുകളുണ്ട് തുടങ്ങി തീരുന്നത് വരെ, അതിനെപ്പറ്റി ഒരു ഇതുമില്ല. ശങ്കരേട്ടൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോളൂ, നിനക്ക് അറിയുന്ന താളം പിടിച്ചോളൂ, ഞാൻ കൊട്ടിക്കോളാം. അങ്ങനെ എങ്ങനെയൊക്കെയോ കൂടെ ദൈവാധീനം കൊണ്ട് അവിടുന്ന് പോരാൻ പറ്റും. അന്ന് എനിക്ക് മനസ്സിലൊരു തോന്നൽ ഉണ്ടായതാണ്, എന്നെങ്കിലും എനിക്ക് ഒരു അന്നാണ് തൻ്റെ വഴി ഇതാണ് എന്ന് കൃത്യമായിട്ടൊന്ന് തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞു. നമ്മൾ സംസാരിച്ചപ്പോൾ ആദ്യകാലത്തെ അങ്ങയുടെ അനുഭവങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടങ്ങ് പറഞ്ഞു. ഓർമ്മകളിൽ നിന്ന് കുറച്ച് പഴക്കമുള്ള ഓർമ്മകളിൽ നിന്ന് അങ്ങനെ ചികഞ്ഞെടുത്ത് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അപ്പോൾ അച്ഛൻ്റെ കൂടെ പോയിരുന്നതും പിന്നെ ജ്യേഷ്ഠൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതുമൊക്കെ ആയിട്ട്. പക്ഷേ ചിട്ടയായിട്ടൊരു പഠനം എന്ന രീതിയിൽ കുറച്ചുകൂടി ഗൗരവമായിട്ട് ഏതെല്ലാം ഗുരുനാഥന്മാരുടെ കീഴിലാണ് അങ്ങേക്ക് ഒരു പഠനത്തിന് അവസരം കിട്ടിയത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് അങ്ങയെ ഇതിലേക്ക് കൂടുതൽ അങ്ങയുടെ പ്രതിഭ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങയിലേക്ക് കൂടുതൽ അനുഗ്രഹമായിട്ട് ഇത് പഠിപ്പിച്ചു തന്നത് എന്നുകൂടി ഒന്നറിയാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ സാന്ദർഭികമായിട്ട് അങ്ങ് ചേമഞ്ചേരി ആശാൻ്റെയും അതുപോലെ ശങ്കരേട്ടൻ്റെയൊക്കെ പേരുകൾ പറഞ്ഞു, എന്നാലും കൃത്യമായിട്ട് അതിൻ്റെ ഒരു നാൾ വഴികൾ കൂടി ഒന്ന് അറിയണം എന്നൊരാഗ്രഹം. എൻ്റെ അഭിപ്രായത്തിൽ ഈ കേരള കലാമണ്ഡലം എന്നുള്ള സ്ഥാപനത്തിൽ നിന്ന് ഒരു ചെണ്ട വിദ്യാർത്ഥിക്കും കിട്ടാത്ത ഒരു അനുഭവ സമ്പത്ത് അത്രയും എൻ്റെ കലാമണ്ഡല ജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ ഗുരുനാഥന്മാരുടെ ഒരു സ്നേഹ സമ്പാദ്യം. അതിൻ്റെ ഒരു കാരണം എൻ്റെ ഏട്ടൻ തന്നെയാണ്. ഏട്ടൻ അവിടെ പഠിച്ച് പുറത്തിറങ്ങി ഏട്ടനാണ് എന്നെ അവിടെ കൊണ്ടാക്കുന്നതും. അന്ന് അവിടെയുള്ള ആശാന്മാരൊക്കെ എൻ്റെ ഏട്ടൻ്റെ അത്രയും വലിയ ഇഷ്ടക്കാരാണ്. ഏട്ടൻ്റെ ആശാന്മാർ പൊതുവാളാശാനും അച്ചുണ്ണി പൊതുവാളാശാനും മന്നാടി ആശാൻ, പിന്നെ അവിടെ വന്ന ബലരാമാശാൻ, ഉണ്ണീഷ, ഇവരൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ ഏട്ടനോടുള്ള അതേ ഒരു താല്പര്യം എന്നിൽ അവർ നന്നായിട്ട് എന്നെ പല കാര്യങ്ങൾക്കും സഹായിച്ചിട്ടുണ്ട്. പലരും എന്നെ വേഷത്തിൻ്റെ ആശാന്മാരും പാട്ടിൻ്റെ ആശാന്മാരൊക്കെ ഇന്നും രാമേന്ദ്ര എന്ന് വിളിക്കുന്ന ഒരു സന്ദർഭം അവിടെയുണ്ട്. അപ്പോൾ ഏട്ടൻ അവിടെ പഠിച്ച് മാത്രമല്ല, ഏട്ടൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ ആ ബാച്ചിലുള്ളവരൊക്കെ ഇപ്പോഴും ഈ ആ ആശാന്മാർ കഴിഞ്ഞാൽ തൊട്ടേ അത്രയും നല്ല കൊട്ടുകാരായിട്ട് മാർഗേ കൃഷ്ണദാസേട്ടൻ, ഇരിങ്ങാലക്കുടയുള്ള ശിവദാസേട്ടൻ, കലാമണ്ഡലം ദേവരാജൻ, ആ ഒരു ബാച്ച് അത്രയും നല്ല ബാച്ചായിരുന്നു. അവരൊക്കെ ഈ വിഷയത്തിൽ നല്ലോണം പ്രഗത്ഭ ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്നേഹം എനിക്ക് നല്ലോണം ഈ ആശാന്മാരിൽ നിന്ന്
എനിക്ക് കിട്ടി. പിന്നെ അവിടെയുള്ള സീനിയർ സ്റ്റുഡൻറ്റുകളൊക്കെ ഏട്ടൻ്റെ ജൂനിയർമാരായിരുന്നു. അപ്പോൾ അവർ മുഖാന്തിരവും നമ്മൾക്ക് നല്ലൊരു സഹായം. അപ്പോൾ കൃത്യമായിട്ടൊരു കൊട്ടിൻ്റെ ഒരു അനുഭവം നമ്മൾ അറിയുന്നത് ഈ കലാമണ്ഡലത്തിൽ ചേർന്നത് മുതലാണ്. എന്താണ് അതുവരെ ഈ ഏട്ടൻ്റെ കൊട്ട് കേട്ടിട്ട് ഉള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമുക്കത് മുഴുവൻ പിടിച്ചെടുക്കാനുള്ള കഴിവൊന്നും ആ സമയത്തില്ല. സിലബസ് അനുസരിച്ചുള്ള പഠനമില്ല. സിലബസ് അനുസരിച്ച് പഠനം മാത്രമല്ല, അതുവരെയുള്ള പഠനം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഒന്നിച്ചുള്ള ഈ പോക്കിനുള്ള ഒരു വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. നാളെ അതിലൊരു കൊട്ടുകാരനാക്കണം എന്നുള്ള തരത്തിലേക്കുള്ള ഒരു തായമ്പക്ക് എൽത്താളം പിടിക്കാനോ വലന്തലക്കാരനോ പിടിച്ചാൽ ആയി, നാളെ മുതൽ എന്നെ കൊണ്ടുപോവാ അച്ഛനെ. ആ ഒരു വിദ്യാഭ്യാസം മാത്രവും നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്നുള്ളൂ. പിന്നെ ഏട്ടൻ വന്ന ശേഷം ഏകദേശം ഏട്ടന് പറ്റുന്ന സമയത്ത് കുറച്ച് കേളി കാര്യങ്ങൾ തായമ്പക വലുതാക്കലൊക്കെ, പക്ഷെ കൃത്യമായിട്ടൊരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചിട്ട നമുക്ക് അനുഭവപ്പെട്ടത് കലാമണ്ഡലത്തിൽ തന്നെ. കേരള കലാമണ്ഡലം എന്ന് പറയുമ്പോൾ ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പേര് പോലെ ഡ്രീം യൂണിവേഴ്സിറ്റി തന്നെയാണ്, ഒരു സ്വപ്ന ലോകം തന്നെയാണ്. ഒരു ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യം എന്നൊക്കെ പറയുന്ന രീതിയിൽ കലാമണ്ഡലം എന്ന് പറഞ്ഞ ഏതൊരു കലാകാരൻ്റെ സ്വപ്നം തന്നെയാണ്. അപ്പം അങ്ങേക്ക് അവിടെ ചേർന്ന് പഠിക്കാനും ഇത് നേരത്തെ പറഞ്ഞ പോലെ ഗുരുനാഥന്മാരുടെ വാത്സല്യം അനുഭവിക്കാനും ജ്യേഷ്ഠൻ്റെ കൂടെയുള്ള സഹപാഠികൾ എന്നൊക്കെ അങ്ങേക്ക് വളരെ നല്ല അനുഭവങ്ങളുണ്ടായി എന്ന് അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ കലാമണ്ഡലത്തിലെ ഈ പഠന രീതികൾ, ഇപ്പോൾ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു പഠന രീതികൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കാറുണ്ട്. വളരെ കർക്കശ സ്വഭാവമുള്ള ആശാന്മാരാണ്, പക്ഷേ അതോടൊപ്പം അതിനിരട്ടി വാത്സല്യവും സ്നേഹവും അവർക്ക് ഉണ്ടാവും എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ആ സാധനാകാലം അല്ലെങ്കിൽ ആ പഠനകാലം എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും. ഞാൻ ചേർന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഈ വായിച്ചറിഞ്ഞ അല്ലെങ്കിൽ പണ്ട് ഈ നമ്മൾ പുരാണങ്ങളിലൊക്കെ കേട്ടിരുന്ന പോലെയുള്ളൊരു ഗുരുകുല സമ്പ്രദായത്തിൽ എനിക്കിപ്പോഴും എൻ്റെ ആശാന്മാരെ മുന്നിലിരിക്കാൻ പേടിയാണ്. അത് അവരോടുള്ള ഒരു കൃത്രിമത്തിൻ്റെ അല്ല, എന്നെ അവർ കൊണ്ടു നടന്നത് അങ്ങനെയാണ്. അതിൻ്റെ ഒരു ഈ അവർ തരുന്ന സാധനത്തിന് അന്ന് സിലബസ് ഒന്നുമില്ല. അവരോട് കാണിക്കുന്ന ഒരു ശിഷ്യൻ്റെ വാത്സല്യത്തിനനുസരിച്ചുള്ള പഠിത്തമായിരുന്നു ഞാനുള്ളപ്പോഴുണ്ടായിരുന്നത്. ഒരു ആശാൻ്റെ അടുത്ത് കൊണ്ടാക്കിയാൽ അവിടുന്ന് കഴിയുന്നതിനനുസരിച്ച് അവരുടെ മനസ്സിന് ഇണങ്ങിയ പോലെ നമ്മൾ എന്ന് പറഞ്ഞാൽ വേറെ കാര്യങ്ങളിലല്ല, കൊട്ട് വിഷയത്തിൽ നമ്മൾ ചേർന്നത് ഇതിൻ്റെ ഒരു കലാകാരനാവാനാണെന്നുള്ള തോന്നൽ അവർക്ക് നമ്മളോട് ഉണ്ടായിരുന്നാൽ സുന്ദരമായിട്ട് അവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങാനുള്ള എല്ലാ സാഹചര്യവും അന്ന് ഉണ്ടായിരുന്നു. ഒരു സർട്ടിഫിക്കറ്റിന് അപ്പുറത്തേക്ക് അവരുടെ പ്രത്യേകിച്ച് നമ്മൾ ഈ സ്കൂൾ ക്ലാസ് എടുക്കുന്നത് പോലെ കാക്കൊല്ല പരീക്ഷ ആകുമ്പോഴത്തേക്ക് ഇത്ര പാഠം തീർക്കുക, അരക്കൊല്ല പരീക്ഷ ആകുമ്പോഴത്തേക്ക് ഇത്ര പാഠം തീർക്കുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും കൊട്ടിന് പറ്റും തോന്നുന്നില്ല. വാദ്യോപകരണങ്ങൾക്കൊന്നും പറ്റും തോന്നുന്നില്ല. ഓരോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആ സമയത്തേക്ക് പഠിച്ചു വന്നാൽ മാത്രമേ അടുത്ത പാഠം പറഞ്ഞു തരാൻ പറ്റും. അത് 4 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ 4 വിദ്യാർത്ഥികളും ആ പോർഷൻ തീർത്താലും മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ഈ ആശാന്മാരുടെ സ്നേഹവായ്പ ഈ പഠിപ്പിനെ ഒരുപാട് നമ്മളെ സഹായിക്കാനുണ്ട്. അവർ പറയുന്നത് പോലെ ചെയ്യുക, കൃത്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടു നടക്കുക, സാധകത്തിന് കൃത്യമായിട്ട് ചെല്ലുക, പിന്നെ സീനിയർമാരാകുന്നതിനനുസരിച്ചിട്ട് ചെണ്ടയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അതിൻ്റെ പണികളൊക്കെ ശ്രദ്ധിക്കണം, ചൊല്ലിയാട്ട കാര്യങ്ങളിൽ ഇതിലൊക്കെ അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നിയാൽ അതിനപ്പുറത്തേക്ക് വേറെ ഒരു സമ്പാദ്യം അല്ല. അതിനാണ് നമ്മൾ ഗുരുത്വം എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പോൾ കലാരംഗത്ത് പ്രത്യേകിച്ചും ഈ ഗുരുനാഥന്മാരുള്ള നമ്മുടെ അടുപ്പവും അവർക്ക് ശിഷ്യന്മാരുള്ള വാത്സല്യം, ഗുരുത്വം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കലാപാരമ്പര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കലയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ കലാമണ്ഡലത്തിലെ അങ്ങയുടെ ഒരു പഠനത്തിനെ കുറിച്ച് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചു. അന്ന് കൂടെ പഠിച്ചിരുന്നവരെ ഓർമ്മിക്കുന്നുണ്ടോ? അവരൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്? എൻ്റെ കൂടെ ഞാൻ ആ സമയത്തൊക്കെ ഒരു വർഷത്തിൽ 4 കുട്ടികളെ എടുക്കുക. അപ്പം 4 കുട്ടികളിൽ പിന്നെ ആദ്യത്തെ കൊല്ലം തന്നെ നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ ഈ കർശനമായ നിലപാട് ഇഷ്ടപ്പെടാത്ത 7ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഒരു സുപ്രഭാതത്തിൽ ഈ കലയൊന്നുമായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വന്നു ചേരുന്ന കുട്ടികൾക്ക് ഈ ആശാന്മാരുടെ കൃത്യമായ ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാവും. അത് എന്താണ് എന്തിനാണ് ഇത് ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്നുള്ള ചിന്ത വരാത്ത പ്രായത്തിലാണ് ചില കുട്ടികളെ കൊണ്ടാക്കുക.
അങ്ങനെ 1-2 ആൾക്കാർ വഴിയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അവസാനം വരെ നിന്നത് രമേശൻ എന്ന് പറഞ്ഞിട്ട് കലാമണ്ഡലം എരമലി, അദ്ദേഹം ഇപ്പം കഴിഞ്ഞ വർഷം ചില അസുഖം പിടിപെട്ട് മരിച്ചു. അങ്ങനെയാണ്. ഇപ്പോൾ കലാമണ്ഡലത്തിലെ ഇപ്പോൾ അങ്ങയുടെ ഈ ഒരു പഠനകാലത്തെക്കുറിച്ച് ഇപ്പം അങ്ങ് സൂചിപ്പിച്ചു. ആദ്യത്തെ അരങ്ങ് ഓർമ്മിക്കുന്നുണ്ടോ? കലാമണ്ഡലത്തിലെയാണോ? പഠനം കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ട് എന്നുള്ള രീതി, ഇപ്പം നേരത്തെ അച്ഛൻ്റെ കൂടെ പോയത് അനുഭവങ്ങൾ പറഞ്ഞു, പിന്നെ ജ്യേഷ്ഠൻ്റെ കൂടെ പറഞ്ഞു, വട്ടം പിടിച്ചുകൊണ്ട് അതൊക്കെ പറഞ്ഞു. എന്നാൽ സ്വന്തമായിട്ട് താനൊരു തികഞ്ഞ കലാകാരനായി അങ്ങനെയല്ല, എന്നാലും തനിക്കിത് സാധിക്കും എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടി അങ്ങ് ആദ്യമായിട്ട്, അത് കഥകളിക്കൊട്ടാണോ അതോ തായമ്പകയാണോ, എങ്ങനെയാണ് അങ്ങയുടെ ആദ്യത്തെ അരങ്ങേറ്റത്തിൻ്റെ ആ ഒരു അരങ്ങ്? കലാമണ്ഡലത്തിൽ പോകുന്നതിന് മുന്നേ നമ്മളുടെ നാട്ടിലെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോയത്. കലാമണ്ഡലത്തിൽ നിന്ന് 2ാമത്തെ കൊല്ലം അരങ്ങേറ്റം കഴിഞ്ഞു. പുറപ്പാടും മേളപ്പതുമാണ്. അന്ന് അച്ഛനും അമ്മയൊന്നും ജീവിച്ചിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ ഏട്ടൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്താറൊക്കെ. അത്യാവശ്യം ഒരു ചെറിയ തായമ്പകയാക്കി പോയതിനെ കൊണ്ട് എനിക്ക് പുറപ്പാട് ഒക്കെ ആദ്യം തുടങ്ങിയിരുന്നു. അപ്പോൾ 2ാമത്തെ കൊല്ലം തന്നെ അരങ്ങേറ്റം കഴിഞ്ഞു. ഈ അരങ്ങേറ്റം കഴിഞ്ഞ ശേഷം എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആശാന്മാരൊക്കെ കളിക്ക് പോകുമ്പോൾ അന്ന് ഒരാളെ കൊണ്ടുപോകും. അന്ന് ചെണ്ട കൊണ്ടുപോയിട്ട് അത് നമുക്ക് പുറത്തുനിന്ന് തോന്നുന്ന ചെണ്ട കൊണ്ടുപോകാനുള്ള ആളാണ്. പക്ഷെ സത്യത്തിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ആശാന്മാരെ ഒന്നിച്ചുള്ള ഈ യാത്ര നമ്മൾക്ക് ഈ കലാമണ്ഡലത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് ഒരു ദിവസം കിട്ടുന്നതിൻ്റെ ഒരു 10 ദിവസത്തെ അനുഭവം നമുക്ക് കൂടുതൽ കിട്ടും. അവർ നടക്കുന്ന രീതികൾ, അവർ കളിക്കെത്തിയാലുള്ള സമ്പ്രദായം, എവിടെയൊക്കെ കൊട്ടണം. പിന്നെ ഓരോ സ്ഥലത്തും പല പല ആശാന്മാരായിരിക്കും കളിക്കാൻ, പാടാൻ, അവരൊന്നിച്ചുള്ള ഇതൊക്കെ അറിയാൻ എന്നെ എല്ലാ ആശാന്മാരും കൊണ്ടുപോയിട്ടുണ്ട് ഇങ്ങനെ അരങ്ങേറ്റം കഴിഞ്ഞ മുതൽ. പിന്നെ അത്യാവശ്യം കൊട്ടാറായി കഴിഞ്ഞാൽ ഇവർക്കൊരു ചെറിയ ഇടവേളകൾ കിട്ടും, ചെറിയ ഇടത്തരം വേഷങ്ങളൊക്കെ വരുമ്പോൾ. അപ്പം നമ്മളോടൊന്ന് കൊട്ടാൻ പറയും, കൊട്ടിയിട്ട് ശരിയായിട്ടില്ലേ പിറ്റേന്ന് അതിനുള്ള ബില്ല് കിട്ടും. അങ്ങനെ അതൊക്കെ അന്നൊരു ചെറിയ വിഷമം ചില സമയത്ത് തോന്നിയിരുന്നുണ്ടെങ്കിലും പക്ഷേ ഇന്നതിൻ്റെയൊക്കെ ഒരു സുഖം തന്നെ അതിന് പറയാം. അവരൊന്നിച്ച് നടന്ന ഞാൻ കലാമണ്ഡലം കേശവട്ടൻ്റെ ഒന്നിച്ച് പോലും എന്നെ ആശാന്മാര് ചെണ്ടി കൊണ്ടു പറഞ്ഞയച്ചിട്ടുണ്ട്. അന്തരിച്ചു പോയ കലാമണ്ഡലം കഥാനായകനിലൊക്കെ അദ്ദേഹത്തിൻ്റെ അവിടെ ഫാക്ടറിയിൽ ജോലിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ വരെ ഞാൻ ചെണ്ടയായിട്ട് പോയിട്ട് ഇവിടുത്തെ കലാമണ്ഡലത്തിലെ ആശാന്മാർ പറഞ്ഞേക്കുന്നതാണ്. അങ്ങനെയൊക്കെ ഇവരൊന്നിച്ച് നടന്നിട്ട് ഒരുപാട് അരങ്ങുകൾ കാണാനും കൊട്ടാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ അന്ന് ഇതേപോലെ വാഹന സൗകര്യം കുറവാണ്. ആശാന്മാർക്കും വാഹനം സൗകര്യം. അപ്പോൾ ഉച്ചക്കത്തെ ക്ലാസ് കഴിഞ്ഞാൽ അവർ പറയും ഇന്ന സ്ഥലത്ത് കളിയുണ്ടെന്ന്. പിന്നെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കലാമണ്ഡലത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ അപ്പുറത്തേക്ക് ആശാന്മാരൊന്നിച്ച് പോയാൽ അവർ കഴിക്കുന്ന ഭക്ഷണം നമുക്കും കിട്ടും സുഖമായിട്ട്. അത് അങ്ങനെയൊക്കെയുള്ള അങ്ങനെ നമുക്ക് ഈ പിന്നെ കലാമണ്ഡലത്തിലെ ഇരുന്ന് ക്ലാസ്സിന് അപ്പുറത്തേക്ക് എന്നെ ഇന്ന് കലാമണ്ഡലം ശിവദാസനാക്കാൻ സഹായിച്ചത് അവരോടുള്ള ഞാൻ കാണിച്ച ഒരു ഇഷ്ടം. ആ ഇഷ്ടം കലാമണ്ഡലത്തിലെ എല്ലാ ഗുരുനാഥന്മാരും തിരിച്ചെന്നോട് ഇന്നും കാണിക്കുന്നുണ്ട്. അപ്പം ആദ്യത്തെ അരങ്ങെന്ന് പറഞ്ഞു. പിന്നെ കലാമണ്ഡലത്തിലും കോഴ്സ് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. ഏട്ടന് കുറേ സഹായിക്കാനൊക്കെ തുടങ്ങി. പിന്നെ പഞ്ചവാദ്യം പഠിച്ചു. മട്ടന്നൂർ ശിവരാമൻ എന്ന് പറഞ്ഞ ആളെടുത്ത് ഞങ്ങൾ ഏട്ടാനിയന്മാർ മാത്രം മദ്ദളവും തിമിലിയും ഒക്കെ ആയിട്ട് തറവാട്ട് അമ്പലത്തിൽ വെച്ചിട്ട് ഒരു അരങ്ങേറ്റം കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞു. ഏട്ടൻ പറഞ്ഞു എന്നാൽ നീ ബലരാമാശാൻ്റെ അടുത്ത് പോയിട്ട് കുറച്ചുകൂടെ തായമ്പയൊക്കെ പഠിച്ചു പോന്നോളൂ എന്ന് പറഞ്ഞിട്ട് ബലരാമാശാൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴും തായമ്പൊക്കെ പഠിപ്പിക്കാനൊന്നും ഉത്സാഹമില്ല. ആശാൻ ക്ലാസ്സിൽ പോയി വരും, അപ്പോഴത്തേക്ക് ക്ഷീണാവും. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ ഏട്ടനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാൽ നീ കലാമണ്ഡലത്തിൽ പഞ്ചവാദ്യം ഒന്നും കൂടെ കുറച്ചും കൂടെ പഠിക്കാൻ ചേർന്നോളൂ എന്ന് പറഞ്ഞു. താമസം ബലരാമാശാൻ്റെ വീട്ടിൽ ഷൊർണൂർ കലാമണ്ഡലത്തിൽ ഹ്രസ്വകാല കോഴ്സിന് പിന്നെ പഞ്ചവാദ്യത്തിന് ചേർന്നു. അത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ 1 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അപ്പോഴും എനിക്ക് സഹായത് ചെണ്ടയാശാന്മാരാണ്. അവരെ ഞാൻ ഈ ചെണ്ടയുടെ കാര്യങ്ങളിലൊക്കെ ഞാൻ പോകും. ഇടയ്ക്ക് ചെണ്ട ക്ലാസ് പോവും. സാധകം ചെയ്യാൻ തിമിലെ കുട്ടികൾ വേറെ ആരും ഇല്ല, ഞാൻ മാത്രമുണ്ട്. തിമിലേക്ക് അന്ന് കുട്ടികൾ കുറവായിരുന്നു. അപ്പം സാധകം ചെയ്യാൻ ഇപ്പം ഉണ്ണീഷാശാനോട് ചോദിച്ചു പറഞ്ഞു ചെണ്ട ക്ലാസ്സിൽ വന്നോളൂ, അതിൻ്റെ ഒന്നിച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു. തിമില എടുത്ത് ചെണ്ട ക്ലാസ്സിലേക്ക് പോവും. അവിടുന്ന് ശ്രീധരൻ നമ്പി ശാശാനും മധുവാശാനും ആയിരുന്നു തിമിലിൻ്റെ ആശാന്മാർ. അങ്ങനെ ഒരു ബലരാമാശാൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് പഞ്ചവാദ്യ പഠനം നടന്നു. ഇടയ്ക്ക് ചെണ്ട ക്ലാസ്സിൽ ആശാന്മാരെ എന്തെങ്കിലും ചെണ്ട വലിക്കാനും എന്തെങ്കിലും വലിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന് അത് പഴയതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് മുഴുവൻ സ്വാതന്ത്ര്യവും എനിക്ക് ഈ
ഹ്രസ്വകാല കോഴ്സിനും അവിടുന്ന് കിട്ടി. അങ്ങനെ കുറച്ച് പരിപാടിക്കൊക്കെ തിമിലേൻ്റെ പരിപാടിക്കൊക്കെ പോയി മധുവാശാൻ്റെ ഒന്നിച്ച്. അങ്ങനെ പിന്നെ ഈ തിമിലക്കൊട്ട് ചെറിയൊരു ബുദ്ധിമുട്ടായി തോന്നി. അങ്ങനെ ഏട്ടനോട് പറഞ്ഞു പെട്ടെന്നൊന്നും വിളിച്ചാൽ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ സീസണായപ്പോൾ ഇങ്ങ് പോന്നു. ഒരു ഫെബ്രുവരി മാസമായപ്പോൾ. ഇപ്പോൾ ഈ കഥകളി കൊട്ടുന്ന സമയത്ത് കുറച്ച് സ്വാതന്ത്ര്യം നമുക്ക് കുറവുള്ളതുപോലെ തോന്നാറുണ്ട്. അതായത് ഇപ്പോൾ ഈ പാട്ട് ശ്രദ്ധിക്കണം, പാട്ടിനനുസരിച്ചുണ്ടാവണം, കഥാപാത്രത്തിൻ്റെ സ്വഭാവം, അത് അവതരിപ്പിക്കുന്ന നടൻ്റെ അദ്ദേഹത്തിൻ്റെ മനോധർമ്മം അനുസരിച്ച്. അപ്പം അവിടെ ഒരു വാദ്യകലാകാരന് സ്വാതന്ത്ര്യം കുറവാണ് എന്നൊരു തോന്നൽ എന്തെങ്കിലും അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? തായമ്പകയെ അപേക്ഷിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കഥകളിക്കൊട്ടിനെ കുറിച്ച് അങ്ങനെ പറയാനുള്ള ഒരു എനിക്ക് അറിവില്ലെങ്കിലും ഏകദേശം കലാമണ്ഡലം കോഴ്സ് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ശ്രദ്ധ അധികവും മേളത്തിലും എന്നാലും ഞാൻ ഇന്നൊരു കഥകളി വിദ്യാലയത്തിലെ അധ്യാപകനാണ്. അവിടെയുള്ള കഥകളിക്കൊക്കെ ഞാൻ പങ്കെടുക്കുന്നത്. പക്ഷെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ കഥകളി എന്ന് പറഞ്ഞ ഒരു ഇത്രയും ദൃശ്യ കലയ്ക്ക് അവിഭാജ്യ ഘടക ചെണ്ട. അപ്പം കഥകളിക്കൊട്ട് എല്ലാവരും പറയും കഥകളിക്കൊട്ടിന് അത്ര ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. തായമ്പകയാണ് കേമത്വം. എന്നിരുന്നാലും ഞാനിത് മൂന്നും ഇപ്പൊ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അത്യാവശ്യം കളിക്ക് കൊട്ടും, അത്യാവശ്യം തായമ്പ കൊട്ടും, അത്യാവശ്യം മേളം കൊട്ടും. എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ നല്ലൊരു ചെണ്ടക്കാരനുണ്ടെങ്കിൽ മാത്രം ഒരു കഥകളി വിജയിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. പിന്നെ ഈ വേഷക്കാരുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം, ഇണക്കം എന്ന് പറയാം, ഇണക്കം. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പോയിട്ട് കഥകളിക്ക് കൊട്ടാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു മേള അരങ്ങേറ്റം കഴിഞ്ഞാൽ, ഒരു പഞ്ചാരി മേള അരങ്ങേറ്റം കഴിഞ്ഞാൽ ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ ഒരു തലക്ക് പോയി നിന്നിട്ട് നമുക്ക് അത്യാവശ്യം താളവും സ്വാദവും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ കഥകളിക്കൊട്ടിന് അത് പറ്റില്ല. കഥകളിക്കൊട്ടിന് കഥകളി അറിയണം, കഥ അറിയണം, കഥാപാത്രത്തെ അറിയണം, കളിക്കുന്നയാളെ അറിയണം, പാട്ടറിയണം, എപ്പോഴാണ് അമർത്തി കൊട്ടേണ്ടതെന്ന് അറിയണം. അങ്ങനെ നമുക്ക് കൊട്ടിനേക്കാളും കൂടുതൽ കഥകളിക്ക് അറിയേണ്ടത് മറ്റുള്ള അറിവുകളാണ്. അതിപ്പോൾ ഇടയ്ക്ക് ഞാൻ ഉണ്ണീഷാശാനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഇപ്പോഴാച്ചാൻ കുറേ എഴുത്തുകളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട്. അന്നൊക്കെ നമുക്ക് ഈ ഇരുന്ന ക്ലാസ്സിൻ്റെയും ചൊല്ലിയാട്ടത്തിൻ്റെയും അനുഭവം അല്ലാണ്ട് മറ്റുള്ള അനുഭവം കുറവാണ്. പക്ഷെ ഇന്നത്തെ MA ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവർ ശരിക്കും പറഞ്ഞു കൊടുക്കുന്നത് നമുക്കൊക്കെ പറഞ്ഞു തന്നതിൻ്റെ എത്രയോ 100% അനുഭവങ്ങളാണ്. എങ്ങനെയാണ് കൃത്യമായിട്ടൊരു നടൻ അരങ്ങത്ത് വന്നാൽ തിരിച്ചു പോകേണ്ടത്, അദ്ദേഹത്തിൻ്റെ ഓരോ ചലനത്തിനും എങ്ങനെ നമ്മൾ സൂക്ഷ്മമായി ചെയ്യണം, ചെയ്യാണ്ടിരിക്കണം, അതൊക്കെ ഇപ്പം എൻ്റെ ഒരു അറിവുകൊണ്ട് ഞാൻ പറയാം, നമ്മൾക്ക് കിട്ടിയതിനെക്കാട്ടിയും എത്രയോ 10 മടങ്ങ് കുട്ടിക്ക് ഇപ്പോഴത്തെ കുട്ടിക്ക് MA വരെ ഇപ്പം 10 കൊല്ലത്തോളം ചെണ്ടയുണ്ടല്ലോ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ കഥകളിയും കൊട്ടും തായമ്പകയും മേളവും എല്ലാം ചെണ്ടയ്ക്ക് നല്ല തന്നെയാണ്. പക്ഷെ കഥകളി കൊട്ടുണ്ടെങ്കിൽ കൈസാധകമോ മുത്തായിരിപ്പുകളോ താളവും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഇതൊക്കെ അറിയാം നന്നായി. ഈ കഥയുടെ ആഴങ്ങളിലേക്ക്, കഥാപാത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റിയ ഒരാൾക്ക് മാത്രം നല്ല കഥകളി കൊട്ടുകാരനാക്കാൻ പറ്റും. അല്ലെങ്കിൽ കഥകളിക്ക് കൊട്ടാം അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ കഥകളിയുടെ കൊട്ടിൽ കുറച്ചുകൂടി നമ്മുടെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ കൂടുതൽ അതിൽ മുഴുകിച്ചേർന്നുകൊണ്ട് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതെല്ലാം കണ്ടും കേട്ടും പരിചയിച്ചും അതിന് അരങ്ങിൻ്റെ ഒരു അനുഭവം ധാരാളമായിട്ട് വേണ്ടി വരും. പലതരം അരങ്ങുകളിലും പലതരം കലാകാരന്മാരുടെ കൂടെ ഇണങ്ങി ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു ഊർജം നമുക്ക് തീർച്ചയായിട്ടുണ്ട്. കാരണം അപ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ പറഞ്ഞതുപോലെ നമ്മളുടെ കലാകാരനിങ്ങനെ വാർത്തെടുക്കുന്ന ഒരു രീതി അങ്ങനെയാണ്. അരങ്ങുകളുടെ അനുഭവങ്ങളിലൂടെയാണല്ലോ നമ്മൾ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ അങ്ങ് കഥകളിക്കൊട്ടിനെ കുറിച്ച് സംസാരിച്ചു, തായമ്പകയെക്കുറിച്ച് സൂചിപ്പിച്ചു, മേളത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇപ്പോൾ നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങ് കൊയിലാണ്ടിയാണ് ഇപ്പോൾ ചേമഞ്ചേരിയാണ് താമസം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഈ വടക്കൻ കേരളത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് വരിക. അപ്പോൾ അവിടുത്തെ ക്ഷേത്രോത്സവങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രത്യേക ചടങ്ങുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് സാധാരണ കണ്ടുവരുന്നതിനേക്കാൾ അപ്പുറം എന്തെങ്കിലും പ്രത്യേകതകളുള്ളതായിട്ട് അങ്ങേക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ ഒരുവിധം ജില്ലകളിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരുവിധം കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്. കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ആശാന്മാരൊന്നിച്ച് പല സ്ഥലങ്ങളിലും കഥകളിക്കല്ലാണ്ടും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മലപ്പുറം ഇപ്പം അധികം ചെയ്യുന്നത് കോഴിക്കോട്, കണ്ണൂർ എൻ്റെ ജന്മസ്ഥലം, വയനാട് പോവാറുണ്ട്. വടക്കൻ കേരളത്തിലെ
ആദ്യത്തെ ഒരു ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വാദ്യോപകരണം ഒരു അനുഷ്ഠാനവാദിയായിട്ടുള്ളൊരു സമ്പ്രദായമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാരുടെ ജീവിതോപാധി. അപ്പം അതും മക്കൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കും. അവരെ ഏകദേശം എന്തെങ്കിലും ഒന്നായിക്കഴിഞ്ഞാൽ അത്യാവശ്യം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇത് പുറത്തേക്ക് അങ്ങനെ നമ്മളെ നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഈ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അങ്ങനെ സ്വീകരിച്ച് തുടങ്ങിയിട്ടില്ല. കണ്ണൂർ കോഴിക്കോട് ഭാഗം ആ സമയത്ത്. അപ്പം അവർക്ക് പിന്നെ ഇതിൻ്റെ ഒരു ഹയർ സ്റ്റഡി എന്നുള്ളത് വലിയൊരു തോന്നൽ എല്ലാവർക്കും ഇല്ല. നമ്മൾ പിന്നെ വിദ്യാഭ്യാസത്തൊന്നിച്ച് അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ജോലീൻ്റെ ഇടവേളകളിൽ നമ്മൾക്ക് പോവാം. പക്ഷെ ഇങ്ങനെയുള്ള കുറേ കൊട്ടുകാർ ഈ കലാമണ്ഡലത്തിൻ്റെയൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ചെണ്ടേനെ നമുക്ക് സുന്ദരമായിട്ട് അറിയാം. ഈ വാദ്യോപകരണത്തെ നമ്മൾ ആദ്യം അറിഞ്ഞാൽ മാത്രവും നമുക്ക് ഇതിൽ കൃത്യമായിട്ടൊരു ചെയ്യാൻ പറ്റും. ശബ്ദ വ്യത്യാസങ്ങൾ, പിന്നെ ഇത് ആസ്വാദനത്തിൻ്റെ ആ ഒരു ഇത്, പ്രത്യേകിച്ച് ശബ്ദ നിയന്ത്രണം. കഥകളിക്കൊട്ടുകാരൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ശബ്ദ നിയന്ത്രണമാണ്. ഇതിൻ്റെ ഒരു രസം. അത് നമ്മൾ പണ്ട് നമ്മളെ നാട്ടിലൊരു ആശാൻ പറയായിരുന്നു, കേരളത്തിൽ മൊത്തം ഇന്ത്യയിൽ മൊത്തം നല്ല ഒരുവിധം സ്ഥലത്തൊക്കെ ഉള്ളൊരു കൂട്ടാനാണ് സാമ്പാർ. സാമ്പാർ വെക്കുന്ന രീതി ഏകദേശം ഒരേപോലെയാണ്. ആദ്യം മുതൽ അവസാനം വരെ പരിപ്പ് വേവിക്കുക, പിന്നെ വേവാത്ത കഷ്ണങ്ങൾ ഇടുക, അതിൻ്റെ ഇടയിൽ അരയ്ക്കാം, അങ്ങനെയൊക്കെ. പക്ഷേ എന്നാലും ഒരു സ്ഥലത്തും ഒരു ടേസ്റ്റുള്ള സാമ്പാർ നമുക്ക് കിട്ടൂല. ഇല്ല 100 പേര് വെച്ചാൽ 100 രുചി എല്ലൊക്കെ ആയിരിക്കും. അതേപോലെ ഈ കൊട്ടിന്റെ വ്യത്യാസത്തിനും അതുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നത് ഈ കലാമണ്ഡലത്തിന്റെ ആ ഒരു കലാമണ്ഡലത്തിന്റെ എന്നല്ല, ഇതേപോലെയുള്ള ഗുരുനാഥന്മാർ സദനം, കലാനിലയം, അങ്ങനെ കുറെ കൊട്ടക്കിൽ സ്ഥാപനത്ത് പഠിച്ചവർക്ക് കഥകളി കൊട്ടിന് നിർബന്ധമായിട്ടും ഈ ശബ്ദ വ്യത്യാസം അറിയണം. അത് കഴിഞ്ഞ് വന്നാൽ നമ്മളുടെ ഈ ബാക്കിയുള്ള മേളത്തിനും തായമ്പയ്ക്കും ഒക്കെ നമുക്കിത് ഒരുപാട് ഇതാണ്. അപ്പം കോഴിക്കോട് വടക്കൻ ഭാഗങ്ങളിലേക്കുള്ള ഇതേപോലെയുള്ള അക്കാദമിയിൽ നിന്ന് പഠിച്ചു വന്ന ആ കുട്ടികളുടെ അല്ലെങ്കിൽ കലാകാരന്മാരെ കൊട്ട് കണ്ടു തുടങ്ങി വരുന്ന തലമുറക്ക് പിന്നെ തോന്നി തുടങ്ങിയിട്ട് നമുക്ക് കുറച്ചും കൂടെ അത് പ്രധാനമായിട്ട് നേരത്തെ മാഷ് പറഞ്ഞ പോലെ തെയ്യത്തിൻ്റെ ഈറ്റില്ല എന്ന് കണ്ണൂർ. തെയ്യത്തിന് കൃത്യമായിട്ട് പണ്ട് ഇതേപോലെ ഇരുന്ന അഭ്യാസമൊന്നുമില്ല. അച്ഛൻ മകനെ കൂട്ടിപ്പോ, മാമൻ മകനെ കൂട്ടിപ്പോ, അവരുടെ ബ്ലഡിലുള്ളൊരു സാധനമാണിത്, കൊട്ടും അവരുടെ ശബ്ദവും. അതിൻ്റെ ഒന്നും വെച്ചാൽ അങ്ങനെയില്ല. പക്ഷേ ഇതേപോലെയുള്ള കൊട്ടുകാർ പല സ്ഥലങ്ങളിലേക്കും വന്ന് കൊട്ടിനൊരു സൗന്ദര്യം വന്നു തുടങ്ങിയപ്പം അവരിപ്പം നമ്മളെക്കാളും കൂടുതൽ ഈ കൊട്ടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ കോഴിക്കോട് ജില്ലകളിലൊക്കെ ഇവിടുന്ന് പഠിച്ചു വന്ന ആൾക്കാർ വന്നപ്പോൾ ഈ മേള സൗന്ദര്യമൊക്കെ മാറി. തൃശ്ശൂരിൽ നിന്നും ഒക്കെ പഠിച്ചു വന്നപ്പോൾ എൻ്റെ ഏട്ടൻ മാത്രമല്ല കുറേ ആൾക്കാരുണ്ട് അതേപോലെ ആ ഭാഗങ്ങളിലേക്ക് വന്നവർ. ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ മേളത്തിനൊക്കെയുള്ളൊരു സമ്പ്രദായങ്ങൾ അതുവരെ എങ്ങനെയാ വെച്ചാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ അനുഷ്ഠാനത്തോട് മാത്രം താല്പര്യം വെച്ചുകൊണ്ട് അതിനു ചുറ്റുമുള്ള സ്ഥിരം ഉള്ള കുറച്ച് ആൾക്കാർ മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള ഉത്സവങ്ങളും പരിപാടികളും ആയിരുന്നു അധിക സ്ഥലങ്ങളിലുണ്ടായി. പിന്നെ ഈ ശങ്കരേട്ടൻ്റെ ഒരു വളർച്ച വടക്കൻ കേരളത്തിന് ഏറ്റവും കൂടുതൽ ഈ വാദ്യലോകത്തിന് സഹായം കിട്ടിയത് ശങ്കരേട്ടൻ്റെ ഒരു പ്രവേശനമാണ്. കൃത്യമായിട്ട് ചെണ്ടേൻ്റെ ശബ്ദ സൗന്ദര്യം ഈ വടക്കൻ നാട്ടുകളിലേക്ക് കൊടുക്കാൻ പറ്റിയ ആളായിരുന്നു ശങ്കരേട്ടൻ. നമ്മളെ നാട്ടിൽ പറയും ചെണ്ട തല്ലി എന്ന് പറയും, കൊട്ട് എന്ന് പറയും, അടി എന്ന് പറയും, മുട്ട് എന്ന് പറയും, വായന എന്ന് പറയും. ഇങ്ങനെ ഒരു 5 തരം. അത് ഈ ആൾക്കാരുടെ ഉപയോഗത്തിനനുസരിച്ച് നമ്മളൊന്ന് അടിക്കല്ലേം ചോദിക്കും, തല്ലാനായില്ലേം ചോദിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ശങ്കരേട്ടൻ്റെ വരവോടുകൂടിയാണ് പിന്നെ ആ കൃത്യമായിട്ടുള്ള. അപ്പോൾ അതോടുകൂടെ ഈ കമ്മിറ്റിക്കാർക്കും അതേപോലെയുള്ള ആൾ വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ എങ്ങനെയുള്ള. അതിപ്പം ഏകദേശം മൂർധന്യത്തിൽ എത്തിയിട്ട് വടക്കൻ നാട്ടിലേക്ക് ഇപ്പം മേളത്തിൻ്റെ ഏകദേശം നമുക്ക് കൃത്യമായിട്ട് മേളത്തിനൊക്കെ ഒരു ലിഖിത നിയമം പോലെയുണ്ട്. ഒരിടത്തില കൊട്ടുന്നുണ്ടെങ്കിൽ ഇത്ര വലന്തല ഇത്ര. പണ്ട് അതൊന്നുമില്ല. ഏകദേശം ഒരു കണക്ക് വെച്ച് അങ്ങനെ പോകും. ഇപ്പം അതൊക്കെ മാറി തുടങ്ങി. ഏകദേശം എല്ലാ സ്ഥലത്തും നടക്കുന്ന പോലെയുള്ള ഒരു സംഭവങ്ങൾ കോഴിക്കോട് ജില്ലയിൽ, ഞാൻ ഇപ്പോൾ കണ്ണൂർ അങ്ങനെ കുറവാണ് ആയിട്ടുണ്ട്. ഇപ്പോൾ അന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളെ ഒരു ഉദാഹരണം എനിക്ക് വളരെ രസമായി തോന്നി. കാരണം 100 പേര് 100 സ്ഥലത്ത് സാമ്പാർ ഉണ്ടാക്കിയാൽ അത് 100 രുചികളാവും എന്ന് പറഞ്ഞതുപോലെ